രാജ്യമാകെ അത്ഭുതത്തോടെയാണ് ഇന്നലെ വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ആ മനുഷ്യനെ നോക്കിക്കണ്ടത്. തികച്ചും അത്ഭുതകരമായ രക്ഷപ്പെടൽ. ബ്രിട്ടീഷ് പൗരത്വമുള്ള വിശ്വാസ് കുമാർ 20 വർഷമായി ലണ്ടനിൽ താമസിച്ചു വരികയായിരുന്ന ഇദ്ദേഹം തന്റെ കുടുംബത്തെ സന്ദർശിക്കാനാണ് ഇന്ത്യയിലെത്തിയത്. സന്ദർശനത്തിന് ശേഷം തിരികെ ലണ്ടനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വിമാനമുയർന്ന് 30 സെക്കൻഡിനുള്ളിൽ തന്നെ വലിയ ശബ്ദം കേട്ടു. പിന്നാലെ വിമാനം തകർന്നു വീണു. ഞാൻ എഴുന്നേറ്റപ്പോൾ ചുറ്റും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് ഓടി. വിമാനത്തിന്റെ കഷ്ണങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഓടുന്നതിനിടയിൽ ആരോ എന്നെ പിടിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലെത്തിച്ചു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് പിന്നാലെ വിശ്വാസ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. തലനാരിഴയ്ക്കായിരുന്നു വിശ്വാസ് കുമാറിന്റെ രക്ഷപ്പെടൽ. വിമാനത്തിൽ 11A സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ യാത്ര ചെയ്തത്. അപകടമുണ്ടായപ്പോൾ എമർജൻസി എക്സിറ്റ് വഴിയാണ് ഈ യുവാവിന്റെ അത്ഭുത രക്ഷപ്പെടൽ. കയ്യിലുണ്ടായിരുന്ന ഫോൺ പോലും വിശ്വാസിന് നഷ്ടപ്പെട്ടില്ല എന്നതാണ് വാസ്തവം. വലിയ പരിക്കുകളില്ലാതെ അദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അഹമ്മദാബാദിലെ അസർവയിലെ സിവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണിപ്പോൾ വിശ്വാസ് കുമാർ. വിശ്വാസിന്റെ നെഞ്ചിലും കണ്ണിലും കാൽപാദത്തിലുമാണ് പരിക്കേറ്റത്. കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനാണ് വിശ്വാസ് കുമാർ സഹോദരനൊപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെത്തിയത്. ബ്രിട്ടീഷ് പൗരത്വമുള്ള വിശ്വാസ് കുമാർ സഹോദരനായ അജയ് കുമാർ രമേശിനൊപ്പമായിരുന്നു വിമാനത്തിൽ യാത്ര ചെയ്തത്. മറ്റൊരു ഭാഗത്തെ സീറ്റിലായിരുന്നു സഹോദരനെന്നും അപകടത്തിന് ശേഷം സഹോദരനെ തനിക്ക് കണ്ടെത്താനായില്ലെന്നും വിശ്വാസ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വിശ്വാസ് കുമാറിന്റെ അത്ഭുത രക്ഷപ്പെടലിനിടയിലും അദ്ദേഹത്തിന്റെ സഹോദരന്റെ വിയോഗം അദ്ദേഹത്തെ തളർത്തുന്നുണ്ട്.